തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ പുണ്യത്തിൽ വളർത്തുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. എപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിപ്പിച്ച് നമ്മളെ നടത്തും. പരിശുദ്ധ അമ്മയുടെ വിരൽ പിടിച്ച് നടന്നോണം എന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. എന്താണ് പരിശുദ്ധ അമ്മയിൽ കണ്ടിരുന്ന ആദ്യത്തെ 3 പുണ്യങ്ങൾ? പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസം 100%. ഒരു തരി പോലും അണുപോലും സംശയമില്ല അമ്മയ്ക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ. ആ വിശ്വാസത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ അടുത്ത പുണ്യത്തിലേക്ക് വളരുന്നത്. മറിയത്തിലെ 2ാമത്തെ പുണ്യമാണ് പ്രതീക്ഷ എന്ന് പറയുക. എന്തായിരുന്നു മറിയത്തിൻ്റെ പ്രതീക്ഷ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും ഒക്കെ പൂർണ്ണമായി ഇടപെടുന്നവനാണ് എന്നുള്ളതായിരുന്നു മറിയത്തിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് മറിയം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൽ 100% പ്രതീക്ഷയർപ്പിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് 3ാമത്തെ പുണ്യം? എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും ഒരുമിച്ച് ചേരുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന അത് പുറത്തേക്ക് വരിക. എന്താണ് പ്രാർത്ഥന? എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയോടെ ദൈവത്തോടുള്ള സംസാരമാണ്. അതുകൊണ്ട് മറിയം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, ആ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. അതുപോലെ മറിയത്തിൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥന തന്നെയാണ്. അതുതന്നെയാണ് മറിയം നമ്മളെയും പഠിപ്പിക്കുന്നത്. ഞാൻ വിശ്വസിച്ച അതേ ദൈവത്തിലാണ് മക്കളെ നിങ്ങളും വിശ്വസിക്കുക. അതുകൊണ്ട് ആ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. അങ്ങനെ വിശ്വാസവും പ്രതീക്ഷയും ഒരുമിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളായി മാറും എന്ന് മറിയം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, അതിലൂടെ പുറത്തേക്ക് വരുന്ന ദൈവത്തിലർപ്പിക്കുന്ന പ്രതീക്ഷ, അതിൽ നിന്നുള്ള പ്രാർത്ഥന കുടുംബം മുഴുവൻ നിറയട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതവും പ്രാർത്ഥനയുടെ ജീവിതമായി മാറട്ടെ. അതിനായി നമുക്കൊരുങ്ങാം, നമുക്കും പ്രാർത്ഥിക്കാം.